ശ്രീ ഗുരുഭ്യോ നമ. ഹരിശ്രീ ഗണപതേ നമ. അവിഘ്നമസ്തു. ശ്രീ ഗുരുഭ്യോ നമ. ഓം ശ്രീ മഹാത്രിപുരസുന്ദരിയേ നമ. അമ്മയുടെ അനുഗ്രഹം നമുക്കെല്ലാവർക്കും ഉണ്ടാവണേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് മംഗളാചരണം. സൗന്ദര്യലഹരി കർത്രേ സർവമംഗളദായിനേ ശങ്കരാചാര്യവര്യായ യതിരാജായതേ നമഃ. ശ്ലോകം 90. ദദാനേ ദീനേഭ്യ ശ്രിയമനിശമാശാനുസദൃശീം അമന്ദം സൗന്ദര്യപ്രകരമകരന്ദം വികിരതി തവാസ്മിൻ മന്ദാരതബകസുഭഗേ യാതു ചരണേ നിമഞ്ജന്മജ്ജീവ കരണചരണഷട്ചരണദാം. ദദാനേ ദീനേഭ്യഃ ശ്രിയം അനിശം ആശാനുസദൃശീം അമന്ദം സൗന്ദര്യപ്രകരമകരന്ദം വികിരതി തവ അസ്മിൻ മന്ദാരഃ തബകസുഭഗേ യാതു ചരണേ നിമഞ്ജന്മജ്ജീവഃ കരണചരണഃ ഷട്ചരണദാം. ദീനേഭ്യഃ ദീനന്മാർക്ക്, ആശാനുസദൃശിയും ആഗ്രഹത്തിനനുസരിച്ചതായ, ദീനന്മാർക്ക് ആഗ്രഹം, അവരെന്തൊക്കെ ആഗ്രഹിക്കുന്നോ അതൊക്കെ ശ്രീയം അങ്ങനെയുള്ള സമ്പത്തിനെ അനിശം എല്ലായ്പ്പോഴും ദദാനെ കൊടുക്കുന്നതായും സൗന്ദര്യപ്രകര മകരന്തം സൗന്ദര്യ സമൂഹമാകുന്ന പൂന്തേനിനെ അമന്തം ധാരാളമായി വികരതി ചിതറുന്നതായും മന്ദാരസ്തബക സുഭഗേ തന്നിമിത്തം കൽപ്പകവൃക്ഷത്തിൻ്റെ പൂങ്കുല പോലെ സൗഭാഗ്യത്തോടു കൂടിയതുമായിരിക്കുന്ന തവ അങ്ങയുടെ നിന്തിരുവടിയുടെ അസ്മിൻ ചരണേ, പാദങ്ങളെ തന്നെയാണ് വർണ്ണിച്ചുകൊണ്ടിരിക്കുന്നത്. ആ പാദങ്ങളെ നമ്മൾ ആശ്രയിച്ചാൽ എന്തൊക്കെ കിട്ടും എന്നാണ് ഇവിടെ പറയുന്നത്. അങ്ങനെയുള്ള ചരണേ, ഈ പാതാരവിന്ദത്തിൽ കരചരണം മനസ്സും അഞ്ചിന്ദ്രിയങ്ങളാകുന്ന 6 കരണങ്ങളാകുന്ന, അപ്പോൾ പഞ്ചേന്ദ്രിയങ്ങൾ, പ്രബലമായ പഞ്ചേന്ദ്രിയങ്ങളും മനസ്സും കൂടി 6 ഇന്ദ്രിയങ്ങൾ. അപ്പോൾ ഇന്ദ്രിയങ്ങളാകുന്ന 6 കരണങ്ങളാകുന്ന കാലുകളോട് കൂടിയ മജ്ജീവ എൻ്റെ ജീവാത്മാവ് നിമഞ്ജൻ ചരണാരവിന്ദം മധുവിൽ മുങ്ങിയവനായിട്ട് ഷഡ്ചരണത, അതായത് ഷഡ്പദങ്ങൾക്കുള്ള 6 കാലുകളാണല്ലോ. അപ്പോൾ 6 കാലുകളോട് കൂടിയ വണ്ടിൻ്റെ അവസ്ഥയെ യാതു പ്രാപിക്കട്ടെ എന്ന്, യാതു പറഞ്ഞാൽ പ്രാപിക്കട്ടെ എന്ന്, യാതു പ്രാപിക്കട്ടെ, അത് പ്രാപിക്കട്ടെ എന്ന്. അതായത് ദരിദ്രന്മാരെ പറ്റിയാണ് ഇവിടെ പറയുന്നത്. ദരിദ്രന്മാരെ ഭഗവതിയെ പ്രാർത്ഥിച്ചാൽ ഐശ്വര്യത്തിൻ്റെ നിറകുടങ്ങളാവും എന്നും, പിന്നെ ക്ഷുദ്രത്തിൽ നിന്നൊക്കെ മോചനം ലഭിക്കും. പക്ഷേ ക്ഷുദ്രമായ എന്തെങ്കിലും വേണ്ടാതന കാര്യങ്ങളെല്ലാം നമുക്ക് എഫക്റ്റ് ആയാൽ അതിൽ നിന്നൊക്കെ മോചനം ലഭിക്കും എന്നാണ് ഈ ശ്ലോകത്തിൻ്റെ വ്യംഗ്യം. അല്ലയോ ഭഗവതി, ദരിദ്രന്മാർക്ക് ആഗ്രഹത്തിനനുസരിച്ചുള്ള സമ്പത്തിനെ എല്ലായ്പ്പോഴും കൊടുക്കുന്നതായും സൗന്ദര്യമാകുന്ന പൂന്തേനിനെ 4 പാടും വർഷിക്കുന്നതുമായും, അതായത് സൗന്ദര്യം ഉണ്ടാവും, അങ്ങനെയുള്ള അമ്മയുടെ ആ കൽപ്പകവൃക്ഷത്തിൽ തന്നിമിത്തം കൽപ്പകവൃക്ഷത്തിൻ്റെ പൂങ്കുലയുടെ സൗഭാഗ്യത്തോടു കൂടിയതുമിരിക്കുന്ന നിന്തിരുവടിയുടെ ചരണാരവിന്ദത്തിൽ, ആ ഭഗവതിയുടെ കാലുകളിൽ ചരണാരവിന്ദത്തിൽ, ചരണമാവുന്ന അരവിന്ദത്തിൽ താമരയിൽ മനസ്സും 5 ഇന്ദ്രിയങ്ങളുമാകുന്ന 6 കാലുകളോടുകൂടിയ എൻ്റെ ജീവാത്മാവ്. അവിടെ ഷഡ്പദത്തിനെ പറ്റി പറഞ്ഞല്ലോ, വണ്ടിനെ പറ്റി. ആ വണ്ട് നമ്മുടെ ജീവാത്മാവ് തന്നെയാണ് എന്ന് പറയുന്നു. എൻ്റെ ജീവാത്മാവ് പ്രവേശിച്ചതായിട്ട് 6 കാലുകളുള്ളതായ വണ്ടിൻ്റെ അവസ്ഥയെ പ്രാപിക്കട്ടെ. അത് വണ്ട് എവിടെ എന്താ ചെയ്യാം? വണ്ട് താമരയിൽ പോയിട്ട് തേൻ കുടിക്കും അല്ലേ? അതുപോലെ ഭഗവതിയുടെ പാദം നമ്മൾ നമസ്കരിച്ചാൽ ഭഗവതിയുടെ പാതാരവിന്ദത്തിൽ നിന്ന് ആ നറുതേന് പോലെ ഈ ഐശ്വര്യങ്ങളും സൗന്ദര്യവും അതും ഇതും എല്ലാം നമ്മൾക്ക് പ്രാപിക്കും എന്ന് ഇവിടെ അതിശോക്തിയല്ല എന്ന് പറഞ്ഞിട്ട് ആണ്. വണ്ട് പൂങ്കുലയുടെ അന്തർഭാഗത്തിൽ പ്രവേശിച്ചിട്ട് മധുപാനം ചെയ്യുന്നത് സമ്പ്രദായമാകുന്നു. അപ്രകാരം എൻ്റെ ജീവാത്മാവും ഭഗവതിയുടെ ചരണാരവിന്ദത്തിൽ അത്യാസക്തിയുള്ളതായി ഭവിക്കണമേ എന്ന് പ്രാർത്ഥന. ഇത് ജപിച്ചാൽ ക്ഷുദ്രങ്ങളെല്ലാം നീങ്ങിപ്പോവും, ദാരിദ്ര്യമൊക്കെ നീങ്ങും എന്ന് പറഞ്ഞുകൊണ്ട് ഭഗവതിയുടെ അനുഗ്രഹം ഉണ്ടാവണേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഹരി ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ഓം ശ്രീ ത്രിപുരസുന്ദരിയേ നമഃ. കായേന വാചാ മനസേന്ദ്രിയർവ്യാം ബുദ്ധ്യാത്മനാ വാം പ്രകൃതേ സ്വഭാവാത് കരോമി അദ്യ സകലം പരസ്മൈ
നാരായണായേതി സമർപ്പയാമി ശ്രീമന്നാരായണായേതി സമർപ്പയാമി ശ്രീമഹാദേവ്യേതി സമർപ്പയാമി സർവത്ര ദേവീ നാമസങ്കീർത്തനം ശ്രീമഹാദേവ്യേ നമഃ ഹരി ഓം ശ്രീ ഗുരുഭ്യോ നമഃ ഹരി ഓം.